പാചകവാതകത്തിന് 10 വർഷത്തിനിടെ ഉണ്ടായ വിലവർധന 169%, മറച്ചുവെച്ച് മോദിയും ബിജെപിയും നാടകം കളിക്കുകയാണെന്ന് CITU അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി തപൻ സെൻ പറഞ്ഞു. ഇടതുപക്ഷ ട്രേഡ് യൂണിയനുകളുടെ ഐക്യവേദി കൊല്ലത്ത് സംഘടിപ്പിച്ച തൊഴിലാളി പാർലമെന്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിലക്കയറ്റം നിയന്ത്രിക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിയുന്നില്ല. കാരണം കോർപ്പറേറ്റ് ശക്തികളെ നിയന്ത്രിക്കാൻ മോദിക്ക് കഴിയില്ല. സ്വകാര്യവൽക്കരണം ശക്തമാണ്. ഇതിന്റെ ഭാഗമാണ് കടൽ സമ്പത്തിനെയും തീരദേശത്തെയും കൊള്ളയടിക്കാൻ മോദി സർക്കാർ നടപ്പാക്കുന്ന നീല സമ്പദ് വ്യവസ്ഥ. മത്സ്യത്തൊഴിലാളികളെ അവരുടെ ജീവനോപാധികളിൽ നിന്നും ആട്ടിപ്പായിക്കുന്നു. തൊഴിലാളി വിരുദ്ധ ലേബർ കോഡിനും കർഷക ദ്രോഹ നയങ്ങൾക്കും എതിരെ പാർലമെന്റിൽ പോരാടിയത് ഇടതുപക്ഷം മാത്രമാണ്. വോട്ട് ചെയ്യേണ്ടത് മോദി സർക്കാരിനെതിരെ മാത്രമല്ല, ക്രിമിനൽ നയങ്ങൾക്ക് കൂട്ടുപിടിച്ചവർക്കും എതിരെയാകണമെന്നും തപൻ സെൻ പറഞ്ഞു. Kerala has a special responsibility. Throughout the country, who will go to parliament, you cannot have that much say. But Kerala, definitely you can have say. And LDF must do. You have to take account how it was affected the people. Modi's guarantee 2 crore job every year. Last 9 years, there should be 18 crore new job. What the figures say? In 16-17, around 41 crore 52 lakh people were in the employment, wage employment, that is working and getting wages. At the end of 9 years, 22-23, that figure has not increased. AITUC സംസ്ഥാന വൈസ് പ്രസിഡന്റ് KS ഇന്ദുശേഖരൻ നായർ അധ്യക്ഷനായി. CITU ജില്ലാ സെക്രട്ടറി S ജയമോഹൻ, AITUC സംസ്ഥാന പ്രസിഡന്റ് TJ ആഞ്ചലോസ്, CPM ജില്ലാ സെക്രട്ടറി S സുദേവൻ, P രാജേന്ദ്രൻ, K വരദരാജൻ, B തുളസീധരക്കുറുപ്പ്, നെടുവത്തൂർ സുന്ദരേശൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.